ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറേഷണൽ. റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. നമ്മൾ ആദ്യം തന്നെ റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് 5 നമ്മൾ റേഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യണം. മനസ്സിലായോ? ലെറ്റ് us assume the root 5 is a rational number. മനസ്സിലായോ? റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ബൈക്ക് ഫോമുല ആക്കണം, ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് 5 ഈസ് ഈക്വൽ ടു എ ബൈ ബി എന്ന് നമ്മൾ കൊടുത്തു. അതിൽ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? എ ആൻഡ് ബി ആർ കോ പ്രൈമേഴ്സ് എന്നാണ് പറയുന്നത്. എയും ബിയും എന്താണ്? കോ പ്രൈമേഴ്സ്. കോ പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോ പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിലായോ? 1 മാത്രം കോമൺ ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് കോ പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് 2/3 നമ്മൾ എടുക്കുകയാണെങ്കിൽ 2ൻ്റെ ഫാക്ടർ എന്താ? 2 × 1 ആണ്. 3ൻ്റെ ഫാക്ടർ 3 × 1 ആണ്. കണ്ടോ? ഇതിൻ്റെ കോമൺ ഫാക്ടർ എന്താ? 1 ആണ്. മനസ്സിലായോ? 1 മാത്രം കോമൺ ഫാക്ടറായിട്ട് വരുന്ന നമ്പേഴ്സാണ് കോ പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എയും ബിയും കോ പ്രൈമേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിനെ ക്രോസ് ചെയ്തു. അപ്പോൾ റൂട്ട് 5 × ബി, റൂട്ട് 5b ഈസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളിതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. റൂട്ട് 5b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. റൂട്ട് 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്. ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അതായത് 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് കിട്ടുന്നത്. ഇനി ഇത് നമുക്കറിയാം, എ സ്ക്വയറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ഒരു തിയറം 1.3 പ്രകാരം എന്താണ്? 5 ഡിവൈഡ്സ് എ സ്ക്വയർ, ദെർഫോർ 5 ഡിവൈഡ്സ് എ. അതായത് എ സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒപ്പം തന്നെ എയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്? ബൈ തിയറം 1.3. മനസ്സിലായോ? അപ്പോൾ തിയറം 1.3 എന്താണെന്ന് നമുക്ക് നോക്കാം. തിയറം 1.3 എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ് പി ബി എ പ്രൈം നമ്പർ. പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഇഫ് പി ഡിവൈഡ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ. അതായത് പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എ സ്ക്വയറിനെയും എയെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എ ഈസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. അതായത് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ആ തിയറം പ്രകാരം, ബൈ തിയറം 5 ഡിവൈഡ്സ് എ സ്ക്വയർ, ദെർഫോർ 5 ഡിവൈഡ്സ് എ. എ സ്ക്വയറിനെയും എയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് നമ്മൾ പറയണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മളിവിടെ എടുത്ത് എഴുതുകയാണ് a/5. അതായത് എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. എനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസറിനെ നമ്മൾ സി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ a/5 ഈസ് ഈക്വൽ ടു സി. എ ഈസ് ഈക്വൽ ടു എന്തായി? 5ന് ഇങ്ങോട്ട് പോകുമ്പോൾ എ ഈസ് ഈക്വൽ ടു 5c, വേർ സി ഈസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ. സി എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറും ആവാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5c ഹോൾ സ്ക്വയർ. 5c ഹോൾ സ്ക്വയർ നമ്മൾ 5 എന്ന് പറയുന്നത് 25 ആയി. അപ്പോൾ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25c സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, 5b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അതിലേക്ക് ഈ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഈ എ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 25c സ്ക്വയർ, അതായത് എ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 5b സ്ക്വയർ ഈസ് ഈക്വൽ ടു 25c സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇതിൽ 5ഉം 25ഉം കോമൺ ആണ്. കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 5 വരും. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 5c സ്ക്വയർ എന്ന് നമുക്ക് സെക്കൻഡ് ഇക്വേഷനായിട്ട് കിട്ടി. ഇതിലും നമ്മൾ തിയറം 1.3 അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ബി സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒപ്പം തന്നെ എന്താണ്? ബിയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 1.3 തിയറം നമ്മളിതിൽ അപ്ലൈ ചെയ്യാണ്. മനസ്സിലായോ? അതായത് ബി സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നോക്കിയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു എ സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനിൽ എന്ത് നമ്മൾ പറയുന്നത്? ബി സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒപ്പം തന്നെ ബിയെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എയിലും ബിയിലെയും കോമൺ ഫാക്ടറാണ് 5. ക്ലിയർ ആയോ? അതായത് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഫാക്ടർ ആണല്ലോ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അത് കോ പ്രൈമർ ആവോ?
ഇല്ല, കാരണം 5ഉം കൂടെ ഫാക്ടർ ആവുന്ന കോപ്രൈമർ ആവില്ല. കോപ്രൈമർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 മാത്രമേ ഫാക്ടറായിട്ട് വരാൻ പാടുള്ളൂ, കോമൺ ഫാക്ടറായിട്ട് വരാൻ പാടുള്ളൂ. മനസ്സിലായി? ഇതിൽ 1 മാത്രമല്ല അപ്പോൾ കോമൺ ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത്, എന്തും കൂടെ വന്നിട്ടുണ്ട്, 5ഉം കൂടെ വന്നിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇതെന്താണ്? ഒരു കോപ്രൈമർ ആവില്ല. മനസ്സിലായോ? ഫ്രം ഇക്വേഷൻ 1 and 2, 5 is the common factor of A and B. മനസ്സിലായോ? This contradicts the fact that A and B are co-primers. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻ തെറ്റാണ്. മനസ്സിലായി? 5ഉം കൂടി കോമൺ ഫാക്ടറായിട്ട് വന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷൻ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ നിഷേധിച്ചു. കോൺട്രഡിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷേധിക്കുക. മനസ്സിലായോ? therefore it is incorrect assumption. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ റേഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തത് തെറ്റാണ്. മനസ്സിലായോ? സോ വി കൺക്ലൂഡ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറേഷണൽ. ക്ലിയർ ആണോ? റൂട്ട് 5 എന്ന് പറയുന്നത് ഒരു ഇറേഷണൽ ആണ്. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണ് റൂട്ട് 5 ഇറേഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നമ്മൾ എഴുതി പഠിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് മസ്റ്റായിട്ടും എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട്, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്